ചേട്ടാ ചേട്ടാ എനിക്ക് സമയം കുറേ. നീ ഇപ്പൊ എന്തിനാണ് വിളിച്ചത്? നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കുറെ ലേറ്റ് ആയിട്ട് വന്ന് കിടന്നത്. അപ്പൊ എന്തുകൊണ്ട് ചേട്ടൻ നൈറ്റ് ഷിഫ്റ്റ് ആണോ? ആ, ഒരാഴ്ചത്തേക്ക് നൈറ്റ് ഷിഫ്റ്റാ. കോൾ സെന്ററിലെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആസ്വദിക്കാനൊക്കെ പറ്റണ്ടോ? പിന്നെ അടിപൊളിയാ. അങ്ങനെ വേണം. അത് ജോലിയാണെങ്കിലും ശരി, ജീവിതമാണെങ്കിലും ശരി. എന്നാ ചായ, ചേട്ടൻ്റെ കാര്യത്തിന് ചായ ആണെങ്കിലും ശരി, അത് ആസ്വദിക്കണം. ചായ കുടി. താങ്ക് യു. എന്തോന്ന് ചായ അടിയത്? കടുപ്പും ഇല്ല, മധുരം ഇല്ല, ഇത് എന്തോന്ന്? അത് ചേട്ടൻ ആസ്വദിക്കാൻ അറിയാൻ പാടാത്തോണ്ട്. ആ, ചായ കൊളവാക്കിട്ട് ഇനി സാഹിത്യം പറഞ്ഞാൽ മതിയല്ലോ. ചേട്ടാ, ചേട്ടൻ ചായ കുടിച്ചാ? നിനക്ക് വേണ? എനിക്കൊന്നും വേണ്ട പൊട്ട ചായ. ഇത് കുടിക്കുന്നതെന്ന് പറയാൻ വേണ്ടി വന്നേ. ഇത്തിരി മുമ്പ് ഒന്ന് പറയാൻ പാടില്ലടേ. ഇത് അത്ര പൊട്ട ചായ ഒന്നും അല്ല. അച്ഛൻ ചായ കുടിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല എന്നാ ചേച്ചിയുടെ കൺമുമ്പിൽ ഒന്നും ചെന്ന് പെടണ്ട. അതിപ്പോ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന ചായ ശരിയാണോ എന്നൊന്നും ഇല്ലല്ലോ. ചില ദിവസം ഇതേപോലെ കൊളാവും. ശരിയാവാത്ത സമയത്ത് ഈ ചായ കൊണ്ട് വരണ്ടാട്ടാ. എന്നാ പിന്നെ ഒരിക്കലും കൊണ്ടുവരേണ്ടി വരില്ല. ഓ, നിങ്ങൾക്കൊക്കെ ചായ ഉണ്ടാക്കി തന്നെ എന്നെ വേണം പറയാൻ. എന്താ ഇങ്ങോട്ടോ? എന്ത്? അതും കൊണ്ടോ? ചേട്ടാ, ചേട്ടന് ഡ്യൂട്ടിക്ക് പോണ്ടേ? ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ആടാ എനിക്ക്. അല്ലേട്ടാ, രാത്രി ജോലി കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ തിരിച്ചു വരും? അതിപ്പോ ക്യാബ് ഉണ്ടല്ലോ, അവരിവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ വയസ്സ് സെപ്പറേറ്റ് ശമ്പളത്തിൽ പിടിക്കൂ? കുറച്ച് പിടിക്കും. എന്താടാ എന്നിട്ട് എന്താവാനാടാ? പറഞ്ഞുറപ്പിച്ച കൂലിയല്ലാതെ 10 പൈസ മാമൻ കൂടുതൽ കൊടുത്തില്ല. സൂക്ഷിച്ച് കണ്ടു വേണം കൂലിക്കാരി എടുക്കുക. എല്ലാം കള്ളന്മാരാണ്. എടാ മോനെ, മാമന്റെ അടുക്കലേ ഒരു കള്ളന്റെ മേലെ നടക്കില്ല. അതെനിക്കറിയാം. ഞാനിട്ട ചായ കൊള്ളൂല, എന്നിട്ട് ആ ചായ തന്നെ കുടിക്കണം. കൊള്ളാല. ഇത് ആരിട്ട ചായ? ഇത് മാമിയിട്ട നല്ല സ്ട്രോങ് സൂപ്പർ ചായ. മാമി ഒരു ഗ്ലാസ് കൂടെ കുടിച്ചു നോക്കട്ടുള്ളൂ. നീ എന്താടാ എന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞ? നിനക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? എനിക്കെന്തോന്ന് കാര്യം സാധിക്കും? അതിന് ഞാനിന് മാമിയെ പൊക്കി പറയണത്. അല്ല, കൊറേ നേരം കൊണ്ട് നീ മാമനെ എന്നെയൊക്കെ അങ്ങ് പൊക്കി പൊക്കി സംസാരിക്കുന്ന, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ഗുണമായാലും ദോഷമായാലും പറയാനെടുത്ത് ബാലു പറഞ്ഞിരിക്കും. ആണോ? പക്ഷെ പറയുന്ന എല്ലാം ദോഷങ്ങളാണെന്ന് മാത്രം. ദോഷങ്ങളല്ലേ കാണിക്കുള്ളൂ. എന്തോടാ? അല്ല, ഇത് രാവിലെ ദോശയാണോന്ന്? ഇന്ന് ദോശയാ. മാമനെ ദോശ ഭയങ്കര ഇഷ്ടാ. പടവലത്ത് പണ്ടുപോലേ ദോശയാ. അതുകൊണ്ടാണല്ലോ അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കണേ. ഒരു കാര്യം, നിന്റെ മക്കൾക്ക് നീ ദോശ ഉണ്ടാക്കി കൊടുത്തേ. അതച്ഛൻ പ്രത്യേകം പറയാണ്ട് എന്റെ മക്കൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തോളാം. എന്റെ അപ്പൊ ഈ തലമുറ കൊണ്ട് ദോശ തീറ്റ് നിന്നൂല്ലേ? ഇതങ്ങ് തലമുറയായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പിന്നെ ചുട്ട് തള്ളിക്കൊട്, എനിക്ക് വേറെ പണിയുണ്ട്. എടുത്തോണ്ട് പോ. മാമി ഇട്ട ചായ സ്ട്രോങ് ചായ, നല്ല ചായ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പോകുന്നോ? എടുത്തോണ്ട് പോ. ഇതെന്നാ കഴിക്കുന്നേ? ഞങ്ങള് കഴിക്കുന്ന എന്തെന്നാ കഴിക്കുന്നേ? ഞങ്ങള് പാപ്പം കഴിച്ച. എന്തെന്നാ കഴിക്കുന്നത്? സാരമില്ല, മക്കള് കഴിച്ചോട്ടോ. എണീച്ച് ഇങ്ങനെ വന്നപ്പോ ലേറ്റ് ആയടാ. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വന്ന് കിടന്നപ്പോ കുറച്ച് സമയമായി. മക്കളെ ഉറക്കം വിളിച്ചുള്ള ജോലിക്കൊന്നും ഇനി പോകണ്ടടാ. നീ ഇത് അത്ര കുഴപ്പമൊന്നുമില്ലെന്നേ. നൈറ്റ് ഷിഫ്റ്റ് ആണ് സുഖം. പോരാതെ രാവിലെ കിടന്നുറങ്ങുന്നോണ്ട് ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇങ്ങനെ രാവിലെ കഷ്ടപ്പെട്ടിട്ട് മെച്ചമല്ല ഉണ്ടാ? മെച്ചമുണ്ട് വെച്ചാ. ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് ഓഫീസിൽ വർക്ക് ചെയ്യണവരൊക്കെ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ അവര് ഫുഡും സ്റ്റേക്കൊക്കെ ശമ്പളത്തിൽ നിന്ന് കട്ടാവുണ്ട്. എനിക്ക് കുഴപ്പമില്ലല്ലോ. എനിക്ക് വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് വീട്. ചേട്ടാ, ചേട്ടൻ ഇപ്പൊ അക്കൗണ്ട് ഒക്കെ തുടങ്ങി സേവിങ്സ് അതിനകത്തിട്ടൂടെ? അക്കൗണ്ടൊക്കെ ഞാൻ തുടങ്ങി. അമ്മയായിട്ട് ജോയിന്റ് അക്കൗണ്ടാ. അച്ഛാ എന്താ? ഞാൻ അച്ഛനടുത്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കും. എന്തായാലും എനിക്കിപ്പോ ജോലിയൊക്കെ ആയല്ല. അച്ഛൻ ഞാൻ ജോലിയൊന്നും ചെയ്യണ്ട. ഇത്രയും നാളെ ഞങ്ങൾക്ക് വേണ്ടി കുത്തിരി നഷ്ടപ്പെട്ടില്ല. എന്നെ അച്ഛൻ റെസ്റ്റ് എടുക്കും. ജോലിയും ചെയ്യണ്ടെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാ എനിക്കിപ്പോ ജോലിയുള്ളപ്പോ ഇനി അച്ഛൻ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്? ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന എങ്ങനെയാന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുത്തന്റെ അടുക്കല അവൻ ജോലിക്ക് പോവണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല അമ്മമ്മേ. ഞാൻ നേരത്തെ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിപ്പോയി. ഇനി അച്ഛനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ചുമ്മാ കള്ളച്ചോമ ചുമക്കാതടാ. ചെറുക്കൻ ജോലിക്ക് പോവണ്ടെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് അസുഖക്കാരനായി. അയ്യോ, എനിക്ക് ചമച്ചൂടെ? നീ ചമച്ചോ? മകളെ, ഇത്രയും സ്നേഹം അച്ഛൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇല്ല അച്ഛൻ, കുറെ നാളെ അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കണം. ഇപ്പോഴാണ് നല്ലൊരു ജോലി കിട്ടുന്നത്. മകളെ, അച്ഛന് സന്തോഷമായടാ. പറയട്ടെ, മാറിയില്ലടാ. ഇറക്കാം. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛന്റെ സന്തോഷം കണ്ടോ?
ചേച്ചി ചേച്ചി എന്തോന്ന്? ചേച്ചി ഇവിടെ ഇങ്ങനെ പാട്ടും കേട്ടോണ്ടിരിക്കണോ? എന്താ പുറത്ത് നടക്കുന്ന വല്ലതും ചേച്ചി അറിയുന്നുണ്ടോ? പുറത്തെന്താ സംഭവിച്ചേ? അതെ, വിഷ്ണു ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് ഇനി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ ചേച്ചി. നല്ല കാര്യമല്ലേ? അത് നല്ലവരാണ്, പക്ഷെ ഇവിടെ അമ്മ ജോലിക്ക് പോകുന്നില്ലേ? ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് മാത്രം ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞേ. എടി എല്ലാരും കൂടെ ജോലിക്ക് പോതിരുന്ന കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകും? ചേട്ടൻ ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നാലും എന്താ ഇവിടെ വന്നിരിക്കണ ഇത് കിടക്കട്ട് എഴുതി വെച്ചേ. എന്ത് അച്ഛന് വയ്യേ? വൈകി മാത്രം കിടക്കാവാ? അല്ല, അച്ഛൻ പകല് സാധാരണ കിടക്കാറില്ലല്ലോ, അതുകൊണ്ട് ആ പിന്നെ പകൽ സാധനത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അനുവാദം ചോദിച്ചാൽ കിടക്കാം. അവിടെ ക്യാഷ് വിളിടാ. ഹരി ഞാൻ പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ വരില്ലേ? കേശുവേ, ഡാ കേശു, കേശു വന്നേടാ. വാ, ഞാൻ പറയാം. എന്താടി ഇച്ഛൻ വിളിക്കണടാ? മക്കളെ ക്യാഷു, അച്ഛന്റെ കാലം ഞൊട്ടൊന്ന് വിളിച്ചാടാ. മൂത്ത മോനെ വിളിക്കാൻ എടാ ഞാൻ നേരത്തെ കളിക്ക് പറഞ്ഞല്ലേടാ. പിടിച്ചാ വാ എന്റെ പൊന്നു മക്കളെ. റെസ്റ്റ് എടുക്കുക. മോൻ ജോലിക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞ ഉടനെ കട്ടിലക്കറിയും കിടപ്പായല്ലോ. എന്റെ മാമി മക്കള് തന്നോളം വളർന്നാ താനെന്ന് വിളിക്കണം. അതുകൊണ്ട് എന്റെ ചെറുക്കൻ പറയും പോലെ ഞാൻ കേൾക്കുള്ളൂ. ഇക്കാര്യത്തിൽ മാത്രം അനുസരണ കാട്ടിയാൽ മതി കേട്ടാ. അതെ, പടവലത്ത് മാമൻ കിടന്ന് കഷ്ടപ്പെടണല്ല, ഇഷ്ടംപോലെ ജോലി ചെയ്യണമല്ല. സ്ത്രീകുട്ട ഒരു ദിവസം പറഞ്ഞ അച്ഛാ പണിയൊന്നും ചെയ്യണ്ട, അച്ഛൻ പോയി വിശ്രമിക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞിട്ടില്ലാന്ന്? അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് കട്ടിലേക്ക് കയറി കിടക്കാനൊന്നും മാമനെ കിട്ടില്ല. അങ്ങനെ മക്കള് പറയുമ്പോൾ കേൾക്കണമെങ്കിൽ മക്കളുടെ സ്നേഹം വേണം. മാമൻ മക്കളുടെ സ്നേഹമില്ല, എനിക്ക് എന്റെ കിടക്കേണ്ട സ്നേഹമുണ്ട്. അതുകൊണ്ട് അവൻ പറയുമ്പോൾ ഞാൻ കേൾക്കും. എന്നാ നീ കിടന്നു. പതുപ്പ് വേണ്ടോ പതയ്ക്കാന്? കിടന്നു, സുഖമായിട്ട് കിടന്നു ഉറങ്ങിക്കോ. സുഖമായിട്ട് കണ്ണ് കിടക്കണോ പിടിക്കുന്നില്ല. മക്കളെ ഞെട്ട് വേണം, വലിച്ചു പിടി പറയുന്നിട്ട് സൗണ്ട് ഇനി അച്ഛൻ കേൾക്കണം. കേക്കണ ഈ കാലിൽ നീ വെറുതെ നോക്കിക്കൊണ്ടിരിക്കല്ലേ ശിവ. വലിയടാ മക്കളെ, നമ്മളെ പാറക്കുട്ടി വലുതായെങ്കിലേ അച്ഛൻ്റെ തലയും കൂടെ മസാജ് കഴിക്കായിരുന്നു. അയ്യോ, അനന്തശയനത്തിൽ കിടക്കുവാന്നോ മഹാവിഷ്ണു? എന്റെ ഭഗവാനേ, ഇതെന്തോന്ന് കാഴ്ചയാന്നോ ഞാൻ കാണുന്നത്. തടവി കൊടുക്ക. കാല് നന്നായിട്ട് തടവടാ. എനിക്ക് ഒരു യോഗം വേണം മാമി. പിന്നെ ഇതല്ലേ യോഗം. അച്ഛാ ഓ ഞെട്ടേ വീണില്ല അച്ഛാ. ഞൊട്ട വീണില്ല. പിടിച്ചു ഓടിച്ചു കൊടുക്ക്, അപ്പൊ കേൾക്കും ശബ്ദം. കണ്ടിട്ട് സഹിക്കുന്നില്ല. അച്ഛൻ ഉറങ്ങിന്ന് അറിയുമ്പോ പൊയ്ക്കോണം കേട്ടോ, പിന്നെ ശല്യം ചെയ്യില്ല. അച്ഛാ ഉറങ്ങിയ? എടാ മഞ്ഞ ബൾബ് എനിക്ക് വേണേ. മഞ്ഞ മുളക് നീ എടുത്തോ, നീലയും ചുവപ്പും എനിക്ക്. അതൊക്കെ എന്നാ ഊരിക്കോ. അല്ല വെയിറ്റ്, നമ്മളെന്തിനാ ബൾബ് മാത്രമായിട്ട് ഊരണേ? ഈ സെറ്റ് അങ്ങനെ തന്നെ എടുത്തൂടെ? എന്തായാലും അച്ഛൻ്റെ ഒരു യൂസും ഇല്ല. അത് ശരിയാ. വാ വാ, എവിടെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഞങ്ങൾ ഈ ബൾബ് ഊരി എടുക്കുമെന്ന്. പിന്നെ അച്ഛൻ്റെ സ്ക്രൂ ഡ്രൈവർ ഞാൻ എടുക്കുവേ. എന്ത് കൂസല്ലാതെ പറയണ, ബൾബൂരി എടുക്കും എടുക്കുന്നു. അച്ഛാ, അച്ഛന് ഇതുകൊണ്ട് ഒരു യൂസും ഇല്ലല്ലോ. അച്ഛൻ ജോലിയൊക്കെ നിർത്തിയില്ലേ? ആര് പറഞ്ഞ യൂസിലെന്ന് പണിയെടുത്ത് അച്ഛൻ ഇതൊക്കെ വെച്ചിട്ട് മ്യൂസിയം ഉണ്ടാക്കാൻ പറഞ്ഞു. അതാണോ ഞാൻ വേണ്ടി ഞാൻ മ്യൂസിയം ഉണ്ടാക്കും. എന്നാ പിന്നെ കുറച്ച് ചില്ല് കൂടെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ എടുത്താനകത്ത് ചില്ലിവിടെ ഉണ്ടാക്കി വയ്ക്കോടാ. കള്ള കൂട്ടങ്ങള് പണി നിർത്തി നിർത്തിയപ്പോ സാധനം അടിച്ചിട്ട് പോകുന്നത്. എന്തുകൊണ്ട് മക്കളെ എന്റെ സാധനം അടിച്ചിട്ട് പോകാൻ നോക്കണ്ട. അത് പിന്നെ അവരെടുത്തോട്ടെ. ഇനിയിപ്പോ അച്ഛൻ ജോലിയും ചെയ്യണല്ലോ, അല്ലെങ്കിൽ ഞാൻ അച്ഛനടുത്ത് പറയാൻ വരുമായിരുന്നു ഇതൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഒതുക്കി വെക്കാൻ. എന്തിനാ ഒതുക്കി വെക്കണേ? ഞങ്ങൾക്ക് എന്നാ പോരെ? അത് വേണ്ട, ഇവരുടെ കൊടുക്കണ്ട, ഇവരിവിടെ മൊത്തം വലിച്ചു വരിടും. അല്ല ഞാൻ ഒതുക്കിയും വെക്കണില്ല, ഇവർക്കും കൊടുക്കണില്ല. അത് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. എന്തിനാണ് ചാ? എടാ ഈ നമ്മളെ വീട്ടിലിപ്പോ എന്തെങ്കിലും സാധനം കേടായി, അപ്പൊ എനിക്കാണ് നന്നാക്കാറില്ല, പുറത്ത് കൊടുക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രം നന്നാക്കിയാൽ മതി കേട്ടാ. കേട്ടല്ല? അച്ഛാ, ഈ ചുവപ്പ് ബൾബ് മാത്രം തരൂ. പോടാ, എനിക്ക് വേണം, പോടാ. അയ്യാ വൽബി.
അടിച്ചേ ഞാൻ അടിച്ച് ഗോൾ പിന്നെ ആ ഇനി അടി നോക്കട്ടെ ആ അടിപൊളി ഗോള്. മക്കളെ കളിച്ചത് മതി, വാ വല്ലതും കഴിക്കാം. അമ്മമ്മ ഞങ്ങൾ ഇപ്പൊ കളിക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൂടി. നിങ്ങളുടെ അച്ഛനെവിടെ പോയി? അച്ഛൻ പുറത്തുപോയി. ഏ പുറത്തുപോയി. അപ്പൊ അന്തസാനത്തിന് കടപ്പൊക്കെ നിർത്തിയോ? പുറത്തെന്തിനു പോയതാ? വീട്ടിലത് ബോറടിച്ചപ്പോ പോയതായിരിക്കും. സാറിന് ഇനിയിപ്പോ കറങ്ങിയൊക്കെ നടക്കാലോ. എന്താ അമ്മമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, ഔദ്യോഗിക ജീവിതത്തിൽ നിന്നൊക്കെ വിരമിച്ച് വിശ്രമ ജീവിതം തുടങ്ങിയിരിക്കല്ലേ. എല്ലാത്തിനും വിഷ്ണുവിനെ പറഞ്ഞാ മതി. അവൻ എന്തിയടി? ആ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ എവിടെയെങ്കിലും കാണുന്നോ? ആ, വിഷ്ണു, വിഷ്ണുവേ, ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കുക? എന്താ അമ്മമ്മേ? ഇവിടെ ഇരുന്നേ, ഇരിക്ക്. എടാ, കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്ന എന്റെ മോളോട് ജോലിക്ക് പോവണ്ടെന്ന് പറയാതെ ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്ന നിന്റെ അച്ഛനോട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ എന്തിനാടാ? ഇപ്പൊ അമ്മമ്മയുടെ പ്രശ്നം എന്ത്? അമ്മ ജോലിക്ക് പോണതാ? വേണമെങ്കിൽ അതും ഞാൻ പറഞ്ഞു നിർത്തിക്കാം. ചേട്ടാ വട്ടാ. നീ അമ്മയും കൂടെ ജോലിക്ക് പോയിരുന്ന ഈ വീട്ടിൽ കിടക്കുന്ന എല്ലാരും പട്ടിണി കിടന്നു. ഈ വീട്ടിലിറങ്ങുന്ന ആരും പട്ടിണി ആവില്ല, ഞാൻ നോക്കിയോ. ഇതെന്താന്ന് വെച്ചത്? ഇതെന്താന്ന്? മിക്സിയാ? നമ്മളെ ജംഗ്ഷനിലെ വളവില്ലേടാ ബേക്കറി, അവര് റിപ്പയർ ചെയ്യുന്നത്. അച്ഛൻ നമ്മളതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അച്ഛന് പറയാൻ പാടില്ല അച്ഛന് ഇപ്പൊ ജോലിയും ചെയ്യണല്ലോ, പിന്നെ എന്തിനാ എടുത്തോണ്ട് വന്നത്? എന്താ? എടാ, നീ ആ പണിത് കൊടുത്ത് കാശ് വാങ്ങിക്കാൻ നോക്ക്. ഇല്ല, അത് പറ്റില്ല. ഇനി അച്ഛൻ ജോലി ചെയ്ത് ഇവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാനില്ല ഇവിടെ ഇപ്പൊ നോക്കാൻ. മക്കളെ, നിനക്ക് അച്ഛൻ്റെ അടുത്തുള്ള സ്നേഹമൊക്കെ മനസ്സിലായി. പക്ഷെ ഇത് അച്ഛൻ്റെ വിരമിക്കൽ റിപ്പയറിംഗ് ആണ്. ഈ മിക്സി നന്നാക്കുന്നതോടുകൂടി അച്ഛൻ്റെ ഇലക്ട്രോണിക്സ് ജീവിതത്തിൽ നിന്ന് ഇവിടെ പറയണം. എന്ത്? ഈ മിക്സിയോടെ ലാസ്റ്റ്. ഓക്കെ, ശരി, നോ പ്രോബ്ലം. ശരി മാമി, ഞാൻ പോയി ചോട്ടെ. എവിടാ? ജോലിക്കോ? അല്ല, വിരമിക്കൽ റിപ്പയറിംഗ്. ആ ചെല്ലു. ചെറുക്കൻ്റെ കാര്യം മതി പിള്ളേരെ, കയറി വാ. ആ കുറച്ച് കഴിഞ്ഞ് വരാം. 2 മിനിറ്റ്. എന്താ പറയാ? Whatever you've done for me, I know I've met so many guys who fasted for me, prayed for me, done all sorts of things for me. You know, without all that, life wouldn't have been like this for me. I want to thank you from the bottom of my heart and also say that time has flown by rather quickly. ഇത് പണ്ട് സച്ചിൻ വിരമിച്ചപ്പോ ചെയ്ത പരിപാടിയല്ലേ? സച്ചിന് മാത്രമേ വിരമിക്കാവോ? എനിക്ക് വിരമിച്ചുകൂടാ. അച്ഛാ, എന്നാ സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ട് തരിക. എന്തോ? സ്ക്രൂ ഡ്രൈവർ? ഈ സ്ക്രൂ ഡ്രൈവർ തരാനുള്ള യോഗ്യത എനിക്കില്ല. ഇത് എന്നെക്കാൾ നല്ല പണിക്കാരനെ ഞാൻ കണ്ടെത്തി അവൻ കൊടുക്കും. എന്നാ ഒരു കാര്യം ചെയ്യടാ, നീ ഇതുമായിട്ട് ആ റോഡിൽ പോയി നിൽക്ക്. അതിൽ ആരെങ്കിലും വരും, അവർക്ക് കൊടുക്ക്. എന്തായാലും നിന്നേക്കാളും നല്ല പണിക്കാരനായിരിക്കും അത്. നല്ലൊരു ദിവസമാണ് ഞാൻ പറയണില്ല ഏട്ടാ. നല്ലൊരു ദിവസമോ? എന്താ, നിന്റെ മോടെ കല്യാണമാണോ ഇന്ന്? മോളെ കല്യാണമല്ല, എൻ്റെ വിരമിക്കൽ ദിവസമായിട്ട് ഞാൻ ഒന്നും പറയണില്ല. മോളെ മോൻ്റെ കല്യാണ പ്രായക്കാരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്യുകയും ചെയ്യും. മിക്സി നന്നാക്കിടാ. ഇനി വേറൊന്നും പെൻഡിങ് ഇല്ലല്ലോ? വീട്ടിലെന്തെങ്കിലും സാധനം അല്ല അതിന്റെ ആവശ്യമില്ല. ഇല്ല, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ പുറത്തുകൊണ്ട് നന്നാക്കി തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അച്ഛനെന്ന് അച്ഛൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ബാ, ഈ സ്കൂട്ടർ പിടി. ഇത് പിടിക്കാൻ ഏറ്റവും യോഗ്യൻ നീ തന്നെയാണ്. അച്ഛാ കൊടുക്കല്ലേ? എന്റെ ടോയ്ക്കാരൻ കൂടെ നന്നായിട്ട് എടുത്തു. അച്ഛനെ മുടിക്കാണ്ട് നോക്കുന്നേ? ഞാനല്ലേ ടോയ്ക്കാരൻ നോക്കാൻ പറഞ്ഞത്. അല്ല, ഇനി എൻ്റെ മോൻ പറയുമ്പോൾ ഞാൻ കേൾക്കും. അതെ, ടോയ്ക്കാരൻ നമുക്ക് പുറത്തുകൊണ്ടായി നന്നാക്കി തിരിച്ചു തരാം. പോരെ, വെറുതെ അച്ഛനിട്ട് ബുദ്ധിമുട്ടിക്കണ്ട. ആ മക്കളെ, ഇങ്ങനെ പോയ അച്ഛൻ പഠിച്ച പണിയൊക്കെ മറന്നു പോകും. മറക്കട്ടെ അച്ഛാ, അച്ഛൻ ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അച്ഛൻ്റെ വിശ്രമ ജീവിതം. അതെ, the next stage of life. എന്താന്ന്? അച്ഛാ, എല്ലാവരുടെയും ജീവിതം 4 സ്റ്റേജ് ആയിട്ടാ. ആദ്യത്തേത് ചൈൽഡ്ഹുഡ്, പിന്നെ ടീനേജ്, പിന്നെ അഡൽട്ട്ഹുഡ്, അതിനുശേഷം ഓൾഡ് ഏജ്. അത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലെത്തി നിൽക്കുകയാണ് അച്ഛൻ. ഓൾ ദി ബെസ്റ്റ് അച്ഛാ. ഇത് പോടെ അവിടുന്ന്. പിന്നെ അച്ഛൻ ഇപ്പോഴും അഡൽഹുഡാണ്. ഈ പിള്ളേർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൂവർ ലേഡി, മകളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോടാ. കംസാൻ. കംസനാ? കംസനല്ല, കടവക്കയാ. കംസാൻ. എന്താ അച്ഛാ, ഇതിന് പച്ച കളർ അടിക്കുന്നില്ലേ നല്ലത്?
പച്ച പൂവാ, ഇലയ്ക്ക് പച്ച, പൂവിന് ചുവപ്പ്. ആരുടെ അയ്യ കണ്ടു പടി. ആഹാ, അപ്പൊ അച്ഛനാണല്ലോ എന്റെ കളറിംഗ് ബുക്കും ക്രയോൺസ് ഒക്കെ എവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഇത് മൊത്തം ഞാൻ വരച്ചു തീർക്കും, നിനക്ക് വിഷ്ണുമോ വാങ്ങിച്ചു തരും. ഇനി ചോറായില്ലേ? അച്ഛാ അച്ഛൻ മുടി ഞാൻ പഴയതുപോലെ ചപ്രത്തലെന്നൊക്കെ വിളിക്കുന്നത് നിർത്തിയോ? അങ്ങനെ ആരെങ്കിലും വിളിച്ചോ ആടിക്ക് റെഡിയാക്കില്ല ഞാൻ. ചോറ് റെഡിയായില്ലെന്ന് അമ്മൂമ്മ റെഡിയാക്കുക. കുറെ നേരം ആയല്ലേ അമ്മൂമ്മ ഈ മോള് ഇവിടെ അടുക്കളക്കകത്ത് കിടന്ന് കറങ്ങുന്നത്. ലഞ്ച് ബോക്സ് ആണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം. അച്ഛന് പൊതിച്ചോറ് തന്നെ കൊടുത്തുവിടണ്ട്. പൊതിച്ചോറ് കൊടുത്തുവിട്ടാന്ന് അവന് ബാക്കി ചേരുവെല്ലാം കഴിക്കണം. അവൻ നടക്കുന്നത് കഷ്ടപ്പെടേണ്. ഞാനും ജോലിക്ക് പോയപ്പോ ഈ സ്നേഹമൊന്നും കാണിച്ചില്ലല്ലോ. ചേച്ചി ജോലിക്ക് പോയ സമയത്തെ അച്ഛൻ്റെ അടുത്തിന് ജോലിയൊന്നും ചെയ്യണ്ട, വീട്ടിലിരിക്കുന്നു പറഞ്ഞില്ലല്ലോ, അതാണ്. മാമി എന്തോടാ വരുന്നു? അവൻ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കണം. അവന് ചോറ് കൊടുക്കാൻ സമയത്തും കാലത്ത് ഓഫീസിൽ പോണ്ടേ. ഇത് പൊതിഞ്ഞെടുക്കണ്ടേ? എല്ലാം മാറ്റി പൊതിഞ്ഞെടുക്കണം. എന്തോന്നിത് മോനെ? ഇവിടെ സിബ് അമ്മോ എന്തൊരു സ്നേഹം. പിന്നെ അല്ല ചുമ്മാ ചോദിക്കണം. സൂക്ഷിച്ചു പോണേ. എന്നാ പോയിട്ട് വരാം. പാച്ചം പടാൻ പറയും. പിന്നെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പോയെന്ന് പറഞ്ഞ് ജോലി എടുക്കരുത്. അച്ഛന്റെ കാര്യമാണ്. പഴയതൊക്കെ ഓർത്തിട്ട് ജോലി എടുക്കാൻ തോന്നിയാലോ? ഇല്ലടാ മക്കളെ, മക്കള് പോയിട്ട് വാ. പോയിട്ട് മമ്മ നോക്കണോണ്ടാ. നോക്കാൻ എന്താ, അവൻ മാസം കഴിഞ്ഞിരിക്കുവാണോ? അതെ, എന്നെ ആരും നോക്കണ്ട, എന്നെ നോക്കാൻ എനിക്കറിയാം. ആ ശരി മക്കളെ. പോയില്ലേ? ഞാൻ അച്ഛന് സാധനം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പുറത്തിറങ്ങുമ്പോ ഇതിട്ടിട്ട് ഇറങ്ങാൻ പാടും. അപ്പൊ സൂര്യപ്രകാശം കണ്ണി തട്ടില്ലല്ലോ. ഓക്കെ ഓക്കെടാ. പിന്നെ വേറൊരു കാര്യം, ഇനി എന്തോ അച്ഛൻ ഇത് കയ്യിൽ വെച്ചു ചെലവിന് എന്തെങ്കിലൊക്കെ അത്യാവശ്യം പുറത്തിറങ്ങുമ്പോ വരുമല്ലോ. ചേട്ടാ പോരാ പോരാ. നേരെ ചൊവ്വേ പണിയെടുത്തെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാക്കാമായിരുന്നല്ലോ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ. ആപ്പിളൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണല്ലേ? ഒരുപാട് അധ്വാനിച്ച ശരീരമല്ലേ, കുറച്ച് വിശ്രമിക്കട്ടെ. എന്നാ പിന്നെ എണ്ണത്തോണി കിടക്കായിരുന്നില്ലേ? വിഷ്ണുമോൻ പറഞ്ഞു പാലാരിവട്ടത്ത് നല്ലൊരു തിരുമല വിദഗ്ധനുണ്ടെന്ന്. തീരുമാനം വിളിക്കാനാണ് പ്ലാന്. പക്ഷെ അയാൾ ഇപ്പൊ സിനിമ നടനെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. തിരിച്ചു വരും, എന്റെ തടിമാൻ വേണ്ടി വരും. ഓ, ഈ തടി കുറയ്ക്കാൻ വേണ്ടി അയാൾ കുറെ പാടുപെടേണ്ടി വരും. അച്ഛാ ഷാർജ ഷേക്ക് റെഡി. ഷാർജ ഷേക്കോ? ഇതൊക്കെ എന്നുപോലാടാ കുടിച്ചു തുടങ്ങിയേ? അതെ, എന്റെ മക്കള് പറഞ്ഞു ശരീരം നോക്കണമെന്ന്. നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അവര് പറയുമ്പോൾ കേൾക്കാൻ പറ്റൂ. യേശുവേ, ബദാം അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചോ? അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? ഇതിനകത്തൊന്നും ടേസ്റ്റ് ചെയ്തില്ല, വേറെ അടിച്ചു കുടിച്ചു. സാധനങ്ങളൊക്കെ അടിച്ച് കലക്കി തീർത്ത്. മുഴുവൻ ഒന്നും എടുത്തില്ല, ഇത്തിരി എടുത്തുള്ളൂ. അതെ, എന്റെ ചെറുക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് തീർക്കാനുള്ളതല്ല. പിന്നെ നിങ്ങൾക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചോദിച്ചിട്ട് എടുക്കണം, ഞാൻ സമ്മതിക്കും. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എടുത്തോ. ഇത് വേണമെങ്കിൽ 1-2 മുന്തിരി എടുത്തോ. ഞാനിപ്പോ തന്നെ ജ്യൂസ് കുടിച്ചില്ലേ, ഇനി ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. എനിക്ക് വേണം. നിനക്ക് എന്താ വേണ്ടത് കഴിച്ചു? അച്ഛാ, അച്ഛൻ ജോലിന്ന് വിരമിച്ച കാര്യം അമ്മ അറിഞ്ഞല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞ? നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞു. അവൾ അങ്ങനെയല്ലേ പറയൂ. അവളും പിള്ളേരും കൂടിയല്ലേ നിന്നെ ഈ പരുവത്തിലാക്കിയത്. അവള് ട്രെയിനിങ് കഴിഞ്ഞങ്ങ് വരട്ടെ, 4 വർത്താനം പറയുന്നുണ്ട്. പിള്ളേരെ നോക്കിയിരുത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കാതെ കഴിക്കുന്നവന് പൊതി കിട്ടിയില്ലേ കൊള്ളവന്. ഇവർ ഏത് പരുവത്തിലെ കാര്യം പറഞ്ഞേ? അസൂയാണ് അവർക്ക്. ഞാൻ സൂചിക്കണത് ഇവർക്ക് സദാസമയം ഞാൻ വേർത്ത് കുളിച്ച് നിൽക്കുന്ന എന്റെ രൂപമാണ് അവർക്ക് ഇഷ്ടം. സൂചിക്കാൻ ഇഷ്ടമല്ല അവർക്ക്. ഇടുന്ന കഴിക്കും. ആപ്പിൾ ചേർട്ടെ, മുന്തിരി എടുത്ത് കഴിക്കും. അതാണ് കുറച്ച് അഴിയതാ, അത് കഴിക്കും. അച്ഛൻ തന്നെ ഒന്ന് കഴിച്ചു. എന്താ മോനെ എന്താ പിടിക്ക്. ഇങ്ങനെ കുടിക്കാനല്ല, തുടക്കാനാണ് വാങ്ങിച്ചത്. ബാലുവേ, ബാലു
നീ വന്നാ വാവിച്ചി അമ്മ ജോയിച്ചി എന്തോന്ന് കയ്യില് ഇതെന്തോന്നത് ആരും കൊടുത്ത അതിവിടെ കളിപ്പാട്ടം മേടിച്ചപ്പോ ഉണ്ടായിരുന്ന. ബാലോടെ അമ്മ അച്ഛൻ വരാൻ സമയമാകുന്നു. അച്ഛൻ നല്ല നല്ല സമയമൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച്? ഇപ്പൊ ചിട്ടയായ ജീവിതമല്ലേ അമ്മ? രാവിലെ അച്ഛനെ നടത്തൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങും ജംഗ്ഷനിലേക്ക്. പഴയതുപോലെ അലഞ്ഞിരിയാനൊന്നുമല്ല, 2 മണിക്കൂർ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരും. പിന്നെ ഉച്ചയൂണും കഴിഞ്ഞ ഒരു ഉറക്കമുണ്ട്. പിന്നെ ചായയുടെ സമയമാകുമ്പോഴേ എണീക്കുള്ളൂ. അപ്പൊ എന്നിട്ടാണ് പണി തുടങ്ങലൊക്കെ. പണിയാ? എന്ത് പണി അമ്മ? അച്ഛനിപ്പോ പണിയൊന്നും ചെയ്യുന്നില്ല, സമ്പൂർണമായും ജോലിയിൽ നിന്ന് വിരമിച്ചില്ലേ? പറഞ്ഞു ഒന്നും നിനക്ക് മനസ്സിലായില്ലേ? അവനിപ്പം ജോലിക്കൊന്നും പോകുന്നില്ല. നീ അവന്റെ മേശപ്പുറത്തേക്ക് നോക്കി, ഒരു സാധനവും ഇല്ല, എല്ലാം എടുത്തു മാറ്റി. അല്ല, ബാലു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച തമാശക്ക് പറയാണെന്ന്. നിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ അവൻ പറഞ്ഞത്. ഞാൻ തമാശ എന്ന് വിചാരിച്ച ആവോന്നൊക്കെ പറഞ്ഞു. ശരി എടി, ഓന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ജോലി ചെയ്യാൻ മടിച്ചിരിക്കുന്ന അവന്റെ അടുക്കൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും കേൾക്കില്ല. നിന്റെ ഫുൾ സപ്പോർട്ടാന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ജോലിക്കും പോകുന്നില്ല. അയ്യോ, അവനത് സീരിയസ് ആയിട്ട് എടുത്തേ. അമ്മ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ട്രെയിനിങ് ഒക്കെ നല്ലായിരുന്നു. മിക്കവാറും പ്രൊമോഷനൊക്കെ ഉണ്ടാവും. പ്രമോഷന്റെ കാര്യം അച്ഛൻ അറിഞ്ഞ പിന്നെ അച്ഛൻ ഒട്ടും ജോലി ചെയ്യില്ല. എന്തോന്നും ലച്ചു, ഇത് നിങ്ങൾ അച്ഛനല്ലേ? കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. അമ്മ പറഞ്ഞ കേൾക്കണ പഴയ ബാലു അല്ല അച്ഛൻ. നിങ്ങൾ അച്ഛനല്ലേ? ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ നിങ്ങൾ അച്ഛനെ. അമ്മ ഇത്രയും നാള് കണ്ടോണ്ടിരുന്ന ബാലു എന്നല്ല ഇപ്പൊ പുതിയ ബാലുവാ. വിഷ്ണു ചേട്ടനെ ഒരു റേബന്റെ ഗ്ലാസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതും വെച്ചോണ്ട് സ്പടികം സിനിമയിലെ ലാലേട്ട് നടക്കണ പോലെ നടക്കണത്. ആണോ അമ്മ? അതെടി മോളെ, ആ ദിവാങ്കോട്ടില്ലേ, അതെടുത്ത് പുറത്ത് കൊണ്ട് ഇട്ടിട്ട് അതിൽ കുറെ ഫ്രൂട്ട്സ് എല്ലാം നിരത്തി വെച്ച് അതും തിന്നോണ്ടൊരു കിടപ്പാ. എന്റെ ദൈവമേ. നിങ്ങളെ പുതിയ ബാലു ഇനി എപ്പോ വരും ഇങ്ങോട്ട്? അച്ഛനൊരു 10 മിനിറ്റിനകം വരും. 10 മിനിറ്റുള്ളിൽ വരുമോ? എന്നപ്പോ ഞാൻ പോയി നാരങ്ങൾ ഉണ്ടാക്കട്ടെ, ഇല്ലെങ്കിൽ അത് ചീത്ത പറയും. പിള്ളേർക്കൊക്കെ പേടിയാവനെ. ഷാർജ ജ്യൂസ് ഒക്കെ ഇല്ലേ കഴിക്കുന്നത്? അല്ല, ഷാർജ ഷെയ്ക്ക്. ശരിയാക്കി കൊടുക്കാം. ഷാർജ ജ്യൂസ് ഞാൻ കൊടുക്കാം. ചേച്ചി പെട്ടെന്ന് നാരങ്ങ ഉണ്ടാകും. ഈ നാരങ്ങ ഒന്ന് പെട്ടെന്ന് പിഴി, ഇപ്പൊ അച്ഛൻ വരും. ചെയ്യുമല്ലേ? അമ്മ എന്താ വന്നപ്പോ പോലെ മൂഡ് ഓഫ് ആണല്ലോ, എന്ത് പറ്റി? എനിക്ക് റിട്ടയർമെന്റ് ലൈഫൊന്നും ഇല്ലല്ലോ. നിന്റെ അച്ഛനല്ലേ റിട്ടയർമെന്റ് ഒക്കെ. അമ്മയുടെ ജോലി കുറച്ചും കൂടി എളുപ്പമുള്ള ജോലിയല്ലേ? അതുപോലെയാണ് അച്ഛൻ്റെ ജോലി. പോരാത്തിന് അച്ഛന് വയസ്സായി വരിക. ഇവിടുത്തെ സർക്കാർ ജോലിക്കാർക്ക് ഒരു 55-60 വയസ്സാകുമ്പോഴാണ് റിട്ടയർഡ് ആവണത്. നിന്റെ അച്ഛന് 50 വയസ്സേ ആയിട്ടുള്ളൂ. അച്ഛാ, നാരങ്ങൾ ഇപ്പൊ തരാട്ടോ. ഇതാണോ നിങ്ങളെ പുതിയ ബാലു? ഒന്നുമില്ല, ഒന്ന് വെളുത്ത് തുടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ വെളുത്ത് തുടുക്കാണ്ടൊക്കെ ഇരിക്കും? അതേപോലത്തെ ഫുഡല്ലേ കഴിക്കണേ. കുഴപ്പമുണ്ടായില്ല. വിശേഷമൊക്കെ നിങ്ങൾക്കല്ലേ? അല്ല, നിങ്ങൾ ജോലിയൊക്കെ നിർത്തിയാ? നിങ്ങള് ജോലിയൊക്കെ നിർത്തിയാന്ന്? ഹലോ, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. സെഞ്ചുറി ക്ലബ് അല്ലേ? എനിക്കൊരു മെമ്പർഷിപ്പിന് വേണ്ടി. ഇല്ലല്ല, ഞാൻ റിട്ടയറായി. ആണോ? ഓക്കെ 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 ഓക്കെ. അവരെന്ത് പറഞ്ഞു? അവർക്ക് ആ ക്ലബില് മെമ്പറായിട്ടുള്ള ഒരാൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നാൽ എനിക്കവിടെ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അത് പേടിക്കേണ്ട എളുപ്പമുള്ള കാര്യമാണ്. എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ അവിടെ മെമ്പർഷിപ്പ് ഉള്ള. പ്രശ്നമല്ല. അല്ല, നിങ്ങക്ക് എന്താണ് ഇപ്പൊ ക്ലബിൽ മെമ്പർഷിപ്പ്? അരിമഞ്ചറിയാൻ വാങ്ങിക്കുക. എടി, എന്നെ പോലെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ലൈഫ് ആസ്വദിക്കണ്ടേ? അവർക്ക് സമയം പോണ്ടേ? ഒരു കണക്കിന് നല്ലതല്ലേ മേ? കണ്ട ഗുണ്ടകളോടൊക്കെ പോയി കൂട്ടുകൂടക്കാലം ഭേദം ഇതേപോലെ ക്ലബിൽ. പഴയ കാര്യം ഓർപ്പെടുത്തത് കേട്ടോ. നീ എന്താണ് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കണേ? മോളു, ലച്ചുവേ, ഏത് ലച്ചു, പെട്ടെന്ന് വാ. അത് ചെയ്താ ഇങ്ങനെയാണ് ചെയ്യണേ? ഇതൊന്ന് ചുളുക്ക്. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തൊന്നും ശ്രദ്ധിച്ചില്ല? ഇത്ര നാളെ ഞാൻ അറിയാം നിനക്ക്. ഞാൻ തേച്ചോണ്ട് വരാം. തേച്ചോണ്ട് പറഞ്ഞാൽ ശരിയാണ്, ഒരൊറ്റ ചുളുക്ക് കാണാൻ പാടില്ല. തേച്ചോണ്ട് വരാം. അപ്പോ
ഇപ്പൊ തേച്ചിട്ടിട്ട് എവിടെ പോണു? എവിടെയെങ്കിലും പോയാൽ തേച്ചിട്ട് പോവളാ. ഇനി ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കണം. അതാണ് ബാലചന്ദ്രൻ തമ്പി. ഓ ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുണ്ട്. ഓ നീലു, വിഷ്ണു മോനെ, വിഷ്ണു മോനെ എന്റെ മൂത്തവൻ അറിയില്ലേ? പറ. അവനിങ്ങനെ ഒറ്റ തടിയായി നിർത്തിയിട്ട് കാര്യമില്ല. അവന് കല്യാണപ്രായമായി. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. അവനെ ഒരു ജോലി അങ്ങ് കിട്ടിയെന്ന് വെച്ചാൽ അവന് പ്രായമൊന്നും ആയിട്ടില്ല അധികം കേട്ടാ. അവന് പ്രായമായില്ലെന്ന് ഞാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ ഒരാളുണ്ട്. അത് നീ നോക്കണ്ട. ആ എന്തെങ്കിലും കാണിക്കും. എനിക്ക് എടുത്ത് ചേരും വണ്ടി പോലെ തയ്ക്കണേ. ന്യൂസ് പേപ്പർ വെച്ച് തയ്ക്ക് നന്നായിട്ട്. എന്താന്ന് വെച്ചാ എടാ മക്കളെ മോനെ, എടാ ഒരു ഷർട്ട് തയ്ക്കാൻ കൊടുത്ത്. ഇത് അത് വിടിച്ച അച്ഛന്റെ ക്ലബിലെ മെമ്പർഷിപ്പ് ഇല്ലേ, റെഡിയായി. ഓ ആ മോനെ, മെമ്പർഷിപ്പിനെ പൈസ കൊടുക്കണ്ടേടാ. അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അച്ഛനെ പറയണത് എല്ലാം ഞാൻ ഡീൽ ചെയ്ത് കൊടുക്കട്ടെ. നീ മക്കളെ അവിടെ ജിം ഉണ്ടടാ? ആ ജിം ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ടെന്നീസ് കോർട്ടാ? ടെന്നീസ് കോർട്ട് എനിക്ക് അറിയില്ല, അത് വിളിച്ചു ചോദിക്കണം. അച്ഛനെ ടെന്നീസ് കളിക്കാൻ അറിഞ്ഞുകൂടല്ലോ. അച്ഛന് ടെന്നീസ് കളിക്കാൻ അറിഞ്ഞുകൂടല്ലോ. എടാ ഇറങ്ങാൻ നെയ്യാറ്റേന്റെ ക്ലബ്ബിൽ പോയി ചോടാ. അച്ഛൻ ടെന്നീസ് കളിക്കാൻ അറിയാമെന്ന്. എടാ എന്തുകൂടെ സ്മാഷ് എന്നറിയാമോ? എന്തുകൂടെ സർവ് എന്നറിയാമോ? എന്തുകൂടെ പാസ് എന്നറിയാമോ? അച്ഛൻ ടെന്നീസിൽ പാസ്സാ? ടെന്നീസിൽ പാസ് ഉണ്ട്. ടെന്നീസിൽ പാസ് എടാ മിക്സഡ് ഡബിൾസിൽ പാസ് ഇല്ലേ? മിക്സഡ് ഡബിൾസിൽ പാസ് ഒന്നുമില്ല. എടാ ഇപ്പം കളിച്ചോണ്ടിരിക്കുമ്പോ ബോൾ പുറത്തു പോകുമ്പോൾ അവർ പാസ് ചെയ്തില്ല, കോർട്ടിനകത്ത് നീ ആവശ്യമില്ല കളിക്കല്ലേ. എന്ത് ഈ മിക്സഡ് ഡബിൾസിൽ എത്ര ആൾക്കാർ കളിക്കും? അത് 4-5 രൂപ കാണും. അച്ഛൻ ഈ പിള്ളേരോട് അടി കൂടാതെ അകത്ത് പോയി റെസ്റ്റ് എടുക്കാൻ നോക്കിച്ചാ. എടാ നീ അച്ഛനെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കാതെ നീ നിന്റെ കാര്യം നോക്കണേ. മക്കളെ വിഷ്ണു, ഇത്രയും കാര്യങ്ങൾ അച്ഛനെ വേണ്ടി ചെയ്യാൻ നിനക്ക് വേണ്ടി, അച്ഛനെ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യണ്ടടാ. അല്ല നിനക്ക് വേണ്ടി അച്ഛന് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. എന്ത് പറയാ? അച്ഛൻ്റെ ഒരു കാര്യം. മക്കളെ അച്ഛനല്ലേ? അത് തന്നെ അച്ഛാ അച്ഛോ നവാസങ്ങൾ വന്നേക്കണ്. ഇതെന്താ സിനിമയിൽ അഭിനയിക്കാൻ പോണ? എന്തിനാ അങ്ങനെ ചോദിച്ചേ? അല്ല കൂളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടോ ചോദിച്ചാ. നവാസ് എന്താ വന്നത്? പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നേന്. അയ്യോ നവാസ് അറിഞ്ഞില്ലേ? ഇല്ല, ഞാനൊക്കെ വർക്കൊക്കെ നിർത്തി ഇപ്പോ. എന്തുപറ്റി? അല്ലാണ്ട് എന്ത് എന്നെ നവാസ് ആകുന്നല്ല. നമ്മളെ മക്കള് തലയെടുത്ത് കഴിഞ്ഞാൽ അവര് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റൂ. എന്റെ മൂത്ത് കറക്കാൻ പറഞ്ഞു, അച്ഛാ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ വിശ്രമിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വർക്കിന് പോകാത്തത്. അവര് പറഞ്ഞ കേട്ടോക്കെ വേണ്ടേ? അവര് പറഞ്ഞ കേൾക്കണോ വേണ്ടേ? വേണം. നവാസിന്റെ മക്കൾ എത്ര പഠിക്കുന്നത്? എന്റെ മോൻ 4-5 5. അയ്യോ പപ്പ്, നേരത്തെ കുട്ടി കള്ളം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവര് ജോലി ചെയ്ത് നവാസിന് ഇപ്പം വിശ്രമിക്കായിരുന്നു. അല്ല കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവര് ജോലി കയറാൻ നവാസ് ഉണ്ടാകണോ ഇല്ലെന്ന് വിഷമിക്കണ്ട. അവര് നന്നായിട്ട് പഠിക്കാൻ പറയണം, പെട്ടെന്ന് ജോലി ഉണ്ടാക്കാൻ പറയണം. അപ്പൊ നവാസിന് ജോലി വിശ്രമിക്കാം. ഇത് പറയണം. ഒത്തിരി നാളായില്ല കണ്ടിട്ട്. ഇവിടെ അങ്ങ് ഇല്ലായിരുന്നോ? ജോലി തിരക്കായതുകൊണ്ട് വരാൻ പറ്റാത്തേ. ആണോ? ജോലി തിരക്കായിരുന്നല്ലേ? ഇവിടെ ഒരുത്തരും ജോലിയുണ്ട്, പക്ഷെ തിരക്കൊന്നും ഇല്ലാതെ നിൽക്കുക. മോളെ ഞാൻ പോവും കേട്ടോ. ഈ സന്ധ്യക്ക് എവിടെ പോകണം? വീട് മുടിക്കാനായിട്ട്. വീട് അല്ല സന്ധ്യക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട് മുടി, അതുകൊണ്ട് അങ്ങനെയാണ് ശാസ്ത്രം. എവിടെ പോകണം? സന്ധ്യക്ക് രാവിലെ വയ്ക്കൂടെ? രാവിലെ ഒന്നും അല്ല, ഞാനിപ്പോ തന്നെ പോയി. എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. അല്ല അതെ കാര്യം പറയാനുണ്ട്. എന്താ? നാളെ ഞാൻ വരാം. എനിക്ക് മാമിയെ മാമനെ ഒന്ന് കാണണം. വരുന്നതൊക്കെ കൊള്ളാം. ഈ സാധനം ഉണ്ടല്ലോ, ഈ മുഖത്തിരിക്കുന്ന കണ്ണട, ഇത് ഇവിടെ അങ്ങനെ കളഞ്ഞിട്ട് വരണം. അല്ലെങ്കിൽ മാമൻ പിടിച്ച് കണ്ടെത്തിക്കൊണ്ട് നിർത്തും കോലാന്നും പറഞ്ഞ്. അതെ പലതരത്തിലുള്ള ലാസ്റ്റ് ബസ് പോണതിന് ചെല്ല്, അല്ലെങ്കിൽ വയ്യാത്ത മുട്ടും കൊണ്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴേ മാമി ഒരു കോലാവും. പോ. ലാസ്റ്റ് ബസ് പോയാലേ ഓട്ടോ പിടിച്ച് ഞാനങ്ങ് പോകും. എന്റെ കാശുണ്ട്. ഞാൻ മുട്ടിനോട്ടോ ഇഴഞ്ഞൊന്നും പോകത്തില്ല. മക്കളെ പോകാമേ. ഞാനിപ്പോ ഇങ്ങനെ ഒരു അല്ല ഞാനിപ്പോ ഞാൻ എന്ത് പറയണം? പണിയില്ല നവാസ് എന്ന് പറ. ഞാൻ റിട്ടയർ ആയിരിക്കുകയാണ്, വീട്ടില് സ്വസ്ഥ ഗൃഹം വരണം, സുഖമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് വൈകുന്നു പറ.
ഈ പാതിരാത്രിക്ക് ആകാശം നോക്കി കിളിക്കാൻ നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടോ? ഏ? പാതിരാത്രിക്ക് ആകാശത്തെ നോക്കി കിളിക്കാനേ നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടോന്ന്. അമ്പിളിയമ്മാവ് സത്യം പറഞ്ഞാലേ പണ്ടങ്ങ് അമ്പിളിയമ്മ ഇത്ര ഭംഗിയിലായിരുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം എന്തോ വല്ലാത്തൊരു പ്രസരിപ്പ്. വാ നോക്ക്, വാ നീ നോക്ക്, വാ. ഞാൻ നോക്കി ഇത്രയും ഭംഗി കാണില്ല. ഞാൻ റിട്ടയർഡ് ആയില്ലല്ലോ, റിട്ടയർഡ് ആവട്ടെ എന്നിട്ട് നോക്കി കിളിക്കാം. ഓ ഇത്രയുണ്ട് എന്ത്? അമ്പിളിയമ്മാവ്. ഫോൺ റിങ് ചെയ്യണ, ഫോൺ റിങ് ചെയ്യണെന്ന്. ഹലോ, ആ അതെ ബാലേന്ദ്രൻ തമ്പിയാണ്. അതെ കല്യാണാലോചനം എൻ്റെ മോന് വേണ്ടി, മൂത്ത മോന് വേണ്ടി. അതെ പെണ്ണെങ്ങനെ, ഏതൊരു പഠിച്ചു? ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സാമ്പത്തികം എങ്ങനെ? ഓ അല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു ഉയർന്ന ഒരു ലെവലുള്ള തലത്തിലുള്ള മതി. കാരണം വേറെ കൊണ്ടല്ല, പൈസ മുഖിച്ചല്ലടോ, പൈസ മുഖിച്ചല്ല. നമ്മുടെ ഫാമിലി കുറച്ച് വലിയ ഫാമിലിയാണ്, തറവാടൊക്കെ. അത് നേരത്തെ ശൂലംകുഴി വീടെന്ന് പറയും, അതെൻ്റെ ഫാമിലിയാണ്. ആ അവൻ്റെ അമ്മയുടെ ഫാമിലിയും അത്രയില്ലെങ്കിലും ഒട്ടും മോശമല്ല, പടവലം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളായിട്ടൊന്ന് ഏകദേശം ഒന്ന് മുട്ടി നിൽക്കണ്ടേ, ഒരേ ലെവലിൽ നിൽക്കണ്ടേ. അപ്പം അത്തരത്തിലുള്ള ബന്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ കൊണ്ടുവന്നാൽ മതി. ആ ബ്രോക്കർ കാശ് ഞാൻ തരാം, എൻ്റെ മോനിൽ നിന്ന് വാങ്ങിച്ചു തരാം, കുഴപ്പമില്ല. നാളെ വന്നോളൂ. ഓക്കെ ശരി ശരി. മുടിയൻ ചേട്ടൻ പെണ്ണ് ശരിയായോ? അല്ല വിഷ്ണു ചേട്ടൻ. പെണ്ണ് കേട്ടുമ്പം എല്ലായിടത്തും പറയാം കേട്ടാ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുടിയാൻ വിളിക്കുന്നത് ചേട്ടാ വിളിക്കുന്നു കേട്ടോ. എന്താ അമ്മ എന്നെ പറ്റിയൊരു സംസാരം? നീ അറിഞ്ഞില്ലേ? എടാ നിന്റെ കല്യാണോ? എന്റെ കല്യാണോ? ആ അച്ഛൻ നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അയ്യോ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ആദ്യം ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് നിന്റെ കല്യാണമൊക്കെ. എന്റെ കല്യാണോ? ഞാനിപ്പോ പഠിക്കാൻ കയറിയല്ലേ ഉള്ളൂ. ആദ്യം ചേട്ടനെ കെട്ടിച്ചു വിടാ, അപ്പൊ ഞാൻ കെട്ടിക്കോളാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട ചമ്മ. എന്ത് കമ്മ? എന്തിനാണ് ഇപ്പൊ അമ്മയെ വിളിക്കണേ? എന്തൊക്കെയാണ് അച്ഛനും മോനും കൂടെ? അച്ഛനും മോനും കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു കൊടുക്കണ്, ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കണ്, പിന്നെ അച്ഛൻ ചോദിക്കാത്തതും ചോദിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മുമ്പിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കണ്. പിന്നെ ആ കല്യാണക്കാര്യം വന്നപ്പോ എന്തിനാണ് അമ്മയെ വിളിക്കണേ നീ? എടാ മക്കളെ ചക്കരെ, അച്ഛൻ വേറെ കൊണ്ട് പറഞ്ഞല്ലടാ, നിനക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. വിവാഹ കമ്പോളത്തിൽ നിനക്ക് നല്ല മാർക്കറ്റാണ്. നീ ജോലിക്കണം ചക്കര, ഇനി പോരും. അതുകൊണ്ടാണ് കേട്ടോ. കേട്ടടാ. അച്ഛനത് തീരുമാനിച്ചെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം എന്താണെന്ന് ചെയ്തു. എന്താ അച്ഛാ? അതെ ഇവ പറയട്ടെ, ആമ്പിളിയവ നോക്കിയാണ് എന്ത് വലിപ്പത്തെ കൊള്ളാല്ലേ? പ്രകാശിച്ചൊക്കെ തള്ളാൻ വാരി വിതർന്ന ബ്യൂട്ടി അല്ലേ? അമേസിങ്. അമേസിങ്. നീ വാടി നോക്കടി. പാവ നല്ല രസമുണ്ടാണ്. വാ, വല്ലാത്തൊരു വ്യൂ. വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛനും ഭ്രാന്ത് മോനും ഭ്രാന്ത്, നീയും ചേർന്ന് നിൽക്ക്. പിന്നെ ഞാൻ പോണൊന്നുമില്ല, ചന്ദ്രനെ കാണാനല്ല. വാ മാമ പോയാ? നീ വയ്യ, ഞാൻ കുറേ നേരം ഇവിടെ നോക്കിയിട്ട് വരാം. ശരി, ടേക്ക് റെസ്റ്റ്. പാൽ ചൂടാക്കി കഴിക്കാം. ഓക്കെ ഓക്കെ കേട്ടാ. ശരി. പഞ്ചസാര ഇടല്ലേ? പഞ്ചസാര വേണ്ട, കോളേജിടാം. ശരി. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ കസരത്തൊക്കെ കഴിഞ്ഞ? യോഗയ്ക്ക് കസരത്ത് പറയാ. രാവിലെ നടക്കാൻ പോകുമ്പോഴും ഈ കൂളിംഗ് ഗ്ലാസ് വേണമായിരിക്കും അല്ലേ? ആഹാ, വിഷ്ണുവും പറഞ്ഞ് അച്ഛൻ നടക്കാൻ പോകുമ്പോഴും കൂളിംഗ് ഗ്ലാസ് വെക്കണമെന്ന്. കാരണം എന്നറിയാമോ? സൂര്യപ്രകാശം ഡയറക്റ്റ് ഹിറ്റടിക്കും കണ്ണില്. എന്ത് ഹിറ്റടിക്കൂന്ന്? ഹിറ്റടിക്കും ചായ. എന്തോന്ന് വെച്ച് ഈ പറയണേ?
ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ ബോഡി ഹീറ്റ് അല്ലേ? ഉടനെ തന്നെ ഹീറ്റായ ചായ എടുത്ത് കുടിക്കണോ? കുറച്ച് മെൽറ്റ് ആവട്ടെ. ചായ വേണ്ടേ? വിഷ്ണുവിന് ചായ എടുത്തോ? വിഷ്ണുവിൻ്റെ ചായ കൊടുക്കാത്തെ? അത് അത് കൊണ്ട് കൊടുക്കാം അങ്ങോട്ട്. അതെ, ഉറങ്ങണമെങ്കിൽ ശല്യം ചെയ്ത് പാവം ജോലി തുറന്ന് ഉറങ്ങാൻ കേട്ടോ. ആ രാവിലെ ഇനി എന്താണാവോ ബാലോദയത്തിന്റെ പരിപാടി? രാവിലെ ടൗൺ ഹാൾ വരെ ഒന്ന് പോകണം. അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. മാരേജ് ഫംഗ്ഷനാ? അതിനിവിടെ ആരും കല്യാണം വിളിക്കാൻ വന്നില്ലല്ലോ. അത് കുടുംബക്കാരെ വിളിക്കാൻ വന്നതല്ല, ക്ലബിൽ അംഗത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, ക്ലബിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇത് വിളി. അതുകൊണ്ട് രാവിലെ പോകണം, വധുവരന്മാരെ കാണണം, ഒന്ന് അനുഗ്രഹിക്കണം. അത്രേ ഉള്ളൂ. ഇങ്ങനെ വല്ലവന്റെ കല്യാണം കൂടി നടന്നോ? രാവിലെ ബ്രോക്കറെ വിളിച്ചിരുന്നേ, നമ്മുടെ വിഷ്ണുക്കുട്ടന് ഒരു ആലോചനയായിട്ട്. നമ്മളെ കുടുംബമായിട്ട് ഏകദേശം തട്ടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഞാനതങ്ങ് നടത്തും 1 മാസത്തിനുള്ളിൽ. അയ്യോ അത് പറ്റില്ല, അടുത്ത മാസം ഞങ്ങളുടെ എക്സാം. എടി അത് നീ പേടിക്കണ്ട, നമുക്ക് എക്സാം ഉള്ള ദിവസം അച്ഛൻ കൊണ്ടൊന്നും കല്യാണം വെക്കത്തില്ല. ആര് പറഞ്ഞ്? നല്ല മുഹൂർത്തമാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഉള്ളതിൻ്റെ അന്ന് അച്ഛൻ കല്യാണം വെക്കും. അയ്യോ ചിലപ്പോ ഞങ്ങൾക്ക് കല്യാണം കൂടണ്ടേ? എന്തിന്? കല്യാണം കൂടി വലിയ നഷ്ടമല്ലോ ഉണ്ടോ? അല്ല അച്ഛൻ എന്നാലും എന്റെ പൊന്ന് കേശു, നന്നായിട്ട് പഠിച്ചിട്ട് ജോലി വാങ്ങിക്കാൻ നോക്ക്. ചേട്ടനെ പോലെ നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് അച്ഛനെ സംരക്ഷിക്കാൻ നോക്കുക ആദ്യം നീ. അല്ലവനാ ഡീ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ? ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ദോശ. ദോശ. ഇന്നും ദോശയാണ്. ആ ദോശ എടു. പിന്നെ ഷർട്ട് അയൺ ചെയ്ത് വയ്ക്കണേ. അത് ആ വെള്ളിമുങ്ങയെ കൊണ്ട് അയൺ ചെയ്യിപ്പിക്കരുത്, നീ തന്നെ അയൺ ചെയ്യണം. നല്ല വടി പോലെ തേച്ച് വെക്കണം. ഓക്കെ? ഇനി ഉള്ള ചായ റെസ്റ്റ് എടുക്ക് പോയി പഴിയിറക്കാം. ആ ഇതിലും എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. ആ കന്നഡ ഭയങ്കര ബോറാ. കല്യാണത്തിന് പോകണല്ലോ അല്ലെങ്കിൽ ഓണാഘോഷത്തിന് പോകണോ? എടീ ഈ ജമ്മത്ത് ഞാൻ കന്നഡ മാറ്റൂല, എന്റെ മോൻ വാങ്ങിച്ചു തന്നെയാണ്. അറിയാം എനിക്ക്. അതാ പിന്നെ എന്തെങ്കിലും ചെയ്യും. അതെ ബാലു, എന്തായാലും നിങ്ങളിവിടെ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് നാളെ ഒന്ന് പടവലത്ത് പോയാലോ? വെറുതെ ഇരിക്കണ? ഞാൻ റിട്ടയർമെന്റ് കഴിച്ചിരിക്കല്ലേ ഡാഡി. എന്നാ പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞ് വെറുതെ ഇരിക്കല്ലേ, പോയാലോ? ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്, റിട്ടയർമെന്റ് ചെയ്താൽ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് വീട്ടിൽ ഇരിക്കാന്ന്. പക്ഷെ അങ്ങനെ അല്ല, തിരക്കോട് തിരക്ക്. ഇതിന് മാത്രം എന്ത് തിരക്കാ അച്ഛനുള്ളേ? എന്റെ കൊച്ചെ, നാളെ ആ ജോണിന്റെ മോന്റെ മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം അല്ലേ? മറ്റൊന്ന് വർഗീസ് മാപ്പിളയുടെ മോളെ കല്യാണം അല്ലേ? ഹായ്, വർഗീസ് മാപ്പിളയുടെ മോളുടെ കല്യാണം ഇന്നാൾ കഴിഞ്ഞേ. അത് 4ാമത്തെ മോളെ കല്യാണം, ഇത് 5ാമത്തെ കൊച്ചിന്റെ കല്യാണം അല്ലേ? അപ്പൊ അതിന് പോണ്ടേ? അപ്പൊ അത് കഴിയുമ്പോ ഫ്രീ ആവുമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ ഫ്രീ ആവാൻ വേണ്ടി ഇവിടെ ക്ലബിൽ ഇലക്ഷൻ നടക്കല്ലേ? ഇലക്ഷനാ? പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടുമോ? തിരക്കോട് തിരക്കല്ലേ? അച്ഛാ ഇപ്പൊ ചുരുക്കം പറഞ്ഞ ഇതിനു മുതൽ അച്ഛനെ കാണാൻ കിട്ടൂല്ലെന്ന് അർത്ഥം. എന്റെ മകളെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. എന്നാ പിന്നെ ഇവിടെ നിന്ന് ഷൈൻ ചെയ്ത പെട്ടെന്ന് കല്യാണത്തിന് പോകാൻ നോക്ക്. പോട്ടാ. ആ പോ. 4 കൂട്ടം പ്രഥമൻ എന്നാണ് പറയണത്. അട, കടല, പിന്നെ ചേന പൈസ, പിന്നെ ഏതോ പഴം പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പായസത്തിന്റെ എണ്ണം കൂട്ടി ആ ചെക്കന്റെ വായി കൂടി കപ്പലോടിക്കണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. പറടാ. ആ മകളെ ഉറങ്ങണീറ്റടാ. എണീച്ച് അച്ഛൻ പുറത്തോട്ട് പോയിട്ട് വരാം. എവിടെ പോണ്? അറിഞ്ഞില്ലേ, ടൗൺ ഹാളിൽ കല്യാണം ഉണ്ടടാ. അല്ല, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അല്ല അച്ഛൻ പോയിട്ട് വെച്ച, എന്നിട്ട് ഞാൻ പറയാം. പറടാ കുട്ടാ, പറ എന്താണ്? അല്ല അച്ഛാ, വേറൊന്നല്ല, ഞാനേ ആ ജോലി എങ്ങനെ രാജിവെച്ചു. നന്നായടാ. ജോലി രാജിവെച്ചാ? ആ അച്ഛാ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് മടുത്തു. നീ അല്ലേടാ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ നിനക്ക് ഭയങ്കര താല്പര്യമാണെന്ന്. അല്ല, തുടക്കമൊക്കെ നല്ല രസമായിരുന്നു, പിന്നെ അങ്ങ് മടുത്തു വെച്ചാ. അതിന് ചാടിക്കറി ജോലി രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ നൈറ്റ് ഡേ ഒക്കെ മാറി മാറി വരുമല്ലോ, പിന്നെ കുഴപ്പം. അച്ഛാ, അത് മാത്രമല്ല പ്രശ്നമേ, എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം കിട്ടി, എന്നിട്ട് ഒരാഴ്ച മാത്രം അവന്മാർക്ക് ലീവ് വെച്ചോളൂ. അത് അവന്മാർക്ക് തരാൻ പറ്റില്ലാന്ന്. എന്നിട്ട് എന്ത്, കലയും കലാകാരന്മാരെ അംഗീകരിക്കാത്ത കമ്പനി ഞാൻ റിസൈൻ ചെയ്തു. അയ്യോ ചെറുക്കാൻ, ഞാൻ എങ്ങനെ ജീവിക്കൂടാ? നീ എന്നെ റിട്ടയർമെന്റ് ചെയ്യിപ്പിച്ചില്ലടാ, ക്ലബിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ച്. ഇനി മാസാമാസം പൈസ കൊടുക്കണം ആരുടെ ക്ലബില്? അത് അച്ഛൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കിച്ച. ഞാൻ ഇവിടുന്നിട്ട് കൊടുക്കാം, ഞാൻ റിട്ടയർമെന്റ് ചെയ്യില്ലടാ. പിന്നെ റിട്ടയർമെന്റ് ഇത് ഗവൺമെന്റ് ജോലി ഒന്നല്ലേ, തിരിച്ചു കയറാൻ പറ്റാം. അവസരവാദി. അച്ഛാ, മാറ്റി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് പൊടിയായിട്ട് എടുക്ക്. എന്തെങ്കിലും ടൂൾസ് മിസ്സിങ്ങിനുള്ള പൈസ ഞാൻ മേടിക്കാൻ തരാം. നിന്റെ പൈസ ആക്കണോടാ, ചപ്രം തരാ, ഊശത്തടി മുടിയാ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. ഇത്ര നേരം മോനെ ചക്കരെ തേനെ പാലെന്നൊക്കെയല്ലേ വിളിച്ചത്, അത് തന്നെ വിളിക്ക്. പിന്നെ പൈസ വേണ്ടെന്നൊന്നും പറയാൻ പാടില്ല. പൈസ വേണ്ടടി, പൈസ ആക്കണടി, ഒരു നയ പൈസ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ എന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ലല്ലോ, എനിക്കിപ്പോ ജോലിയൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാൻ എങ്ങനെ ജീവിക്കൂടാ? എന്റെ എല്ലാം പോയില്ലടാ, എല്ലാം പോയി തൂത്തുവാരി എവിടെ പണ്ടാരടങ്ങി. എന്റെ അച്ഛന്റെ സൂര്യപ്രകാശം അടിക്കും, അച്ഛൻ്റെ കണ്ടടിച്ചു പോകും. എനിക്കിത് വേണ്ട, നീ പോയി എവിടെ? നീ ഇനി പുറത്ത് പോണില്ലല്ലേ, നീ അടക്കളക്കാരി പോയിടാ. അല്ലെങ്കിൽ അടക്കളയിരിക്കണ കണ്ണാടി എന്റെ അരികിട്ട് അച്ഛനെന്താ കണ്ണാടി? തനിയേന്ന് കരയുമ്പോൾ ആരും കാണൂലല്ലേ. എടാ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എന്റെ പണിയെല്ലാം ഞാൻ മറന്നു. സ്ക്രൂ ഡ്രൈവർ എങ്ങനെ പിടിക്കൂടാ? എടാ, സ്ക്രൂ ഇറക്കണം എങ്ങനെ? ആന്റി ക്ലോക്ക് വൈസാ ക്ലോക്ക് വൈസാ? ഡയോഡ് അറിഞ്ഞുകൂടാ, കണ്ടൻസ് അറിഞ്ഞുകൂടാ, കപ്പാസിറ്റർ അറിഞ്ഞുകൂടാ, എല്ലാം മറന്നു. ഇനി ഒന്നേ ഉറങ്ങിടാൻ മുടിയാ. എന്നെ കൊണ്ട് റിട്ടയർമെന്റ് എടുപ്പിച്ച് കൊണ്ടാടങ്ങാൻ.
അച്ഛാ അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. ഞാൻ പഠിച്ച് വലുതായി എനിക്ക് നല്ലൊരു ജോലിയായി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അച്ഛനെ തീറ്റി പറ്റിക്കോളാം അച്ഛാ. അച്ഛാ അത് കഴിഞ്ഞ് ഫുൾ ടൈം റെസ്റ്റ് എടുത്തോ. അതുവരെ ഈ ക്ലാസ് വെച്ചിട്ട് അവിടെ കുത്തിരിക്കണോടാ തന്നെടാ. ബാലു പെട്ടെന്ന് പോയിട്ട് വാ, അവര് വെയിറ്റ് ചെയ്യായിരിക്കില്ലേ? ആര് വെച്ചത്? ആ പെണ്ണും ചെറുക്കന് നിങ്ങളുടെ ആശീർവാദം വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യല്ലേ അവിടെ? ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടി